അധികാരം കയ്യിലുള്ളപ്പോൾ നടത്തുന്ന പോരാട്ടമല്ല യഥാർത്ഥ പോരാട്ടം. മറിച്ച് നിലനിൽപ്പിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തെരുവിലിറങ്ങി അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നടത്തുന്ന പോരാട്ടം. 90 ലക്ഷം വോട്ടർമാരെ ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കുന്ന അപൂർവ വിചിത്ര ന്യായവാദവുമായി ഇലക്ഷൻ കമ്മീഷൻ എത്തുമ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ മരണം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗാളിൽ മമതാ ബാനർജി നടത്തുന്ന പോരാട്ടം. അതാണ് നരേന്ദ്രമോദിയെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ഏവരെയും ഞെട്ടിക്കുന്നത്. ഞാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് മമതാ ബാനർജി പറയുന്നത് ധാർമ്മിക ഉത്തരവാദിത്തത്തോടെയാണ്. കാരണം മമതയ്ക്ക് തോൽവി സമ്മതിക്കേണ്ട കാര്യമില്ല. മമതയുടെ പരാജയമെന്നത് സാങ്കേതികപരമായി അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ മുഴുവൻ എൻ ബ്ലോക്കായി അവിടെ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കൃത്യമായ നിർദ്ദേശത്തോടെ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ. കൃത്യമായി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള അന്തരം 15-20 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന 60 മുതൽ 70 ലക്ഷം വോട്ട് വരെ കൃത്യമായി അടർത്തി മാറ്റിയതിനു ശേഷം 200-ൽ പരം സീറ്റുകൾ BJP നേടിയെന്ന് പറഞ്ഞത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? മമതാ ബാനർജിക്ക് കൃത്യമായ ഭൂരിപക്ഷം കിട്ടുമായിരുന്ന 80ഓളം സീറ്റുകൾ അവർക്ക് അടിയുറച്ച സീറ്റുകളാണ്. ആ സീറ്റുകളിലൊന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഇന്നേ വരെ BJPക്ക് ലീഡ് കിട്ടാത്ത സീറ്റുകൾ. അവിടെയൊക്കെ എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിനെ മറികടക്കുന്നത്? ഇതെല്ലാം കള്ളക്കളിയാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ഇപ്പോഴും നെഞ്ചുറപ്പോടെ പറയാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഇപ്പോഴും ഉണ്ട് എന്ന്. ഞങ്ങളെ തോൽപ്പിച്ചത് ജനമല്ല, ഞങ്ങളെ തോൽപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമല്ലാത്തിടത്തോളം കാലം ബീഹാറും ബംഗാളും ആവർത്തിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്ന സകലരെയും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സുപ്രീം കോടതി ഹർജികൾ പോരാതായി? സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ രാഷ്ട്രപതിയെ പോലെ അനങ്ങാതെ നിൽക്കുന്നത്? ആർക്കാണ് കൂടുതൽ അധികാരമെന്ന് രാഷ്ട്രപതി വെല്ലുവിളിക്കുമ്പോൾ രണ്ടുപേരും BJPയുടെ റബ്ബർ സ്റ്റാമ്പ് തന്റെയാണ് എന്ന് അടിവരയിട്ടാണ് മമതാ ബാനർജി പറഞ്ഞത്. മമതാ ബാനർജി നടത്തിയ അഹോരാത്ര പോരാട്ടം, സുപ്രീം കോടതി നടത്തിയ പോരാട്ടം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് അഭിഭാഷക വേഷവുമായി മമതാ ബാനർജിയുടെ തീപ്പൊരി പ്രസംഗം, അത് കപിൽ സിബൽ പോലും കൈയടിച്ച് ശക്തമായി പറഞ്ഞു, ദീദി നിങ്ങൾ മാസാണ് എന്ന്.